അപ്പം നമുക്ക് ഒരു യാത്ര പോയാലോ? യാത്ര പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരം എന്തൊക്കെയൊന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ചേച്ചിമാരുടെ വീട്ടിലേക്കാണ് പോകണേ. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ റീലെടുക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ചേച്ചിമാരുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് ദിവസം ലീവ് കിട്ടിയല്ലോ, അപ്പോൾ അതിന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ചേച്ചിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള പോക്കാണ് ഈ കാണുന്നത്. രണ്ട് ചേച്ചിമാരുടെ വീടും തൃശ്ശൂരാണ്. അപ്പോൾ ഒരാളുടെ വീട് ചെമ്പുക്കാവിലാണ്. അപ്പോൾ ചെമ്പുക്കാവിലുള്ള ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ ആദ്യം പോയത്. ഇതാണ് ചേച്ചിയുടെ വീട് കേട്ടോ. ഞാനാണ് വണ്ടി ഓടിക്കണത്. അതിൻ്റെയാണ് ഈ സ്ലോ മോഷനിലുള്ള പോക്ക്. കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അത്ര ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ സ്ലോ മോഷനിലുള്ള പോക്കെന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. പിന്നെ അന്നത്തെ ദിവസത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് കൊണ്ടുപോകാറ വാട്ടർഫോൾസിലേക്ക് പോകാമെന്ന്. അത് ചെമ്പുക്കാവിൽ തൃശ്ശൂർ ആ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഒരു വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാട്ടർഫോളൊന്നുമല്ല, ഒരു വെള്ളമൊക്കെ ഒഴുകണ ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് വെള്ളത്തിൽ കളിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് എൻ്റെ പിള്ളേരും ഞാനൊക്കെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഒഴുക്കായിരുന്നു വെള്ളത്തിന്. ആ പോണ വെള്ളത്തിൻ്റെ പോക്ക് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അതിലേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. പിള്ളേരോടൊന്നും ഇറങ്ങണ്ട, ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ അതിലൊഴുകി പോകുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ഞങ്ങൾ നിർത്തിയിരുന്നത്. ഞങ്ങളുടെ പോലെ വേറൊരു ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവരെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ വെള്ളത്തിൽ ഇറങ്ങാൻ കുറേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒഴുക്ക് കാരണം ആ ചേട്ടൻ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ പിള്ളേരെയും കൊണ്ട് എന്തായാലും വന്നതല്ലേ, കാലെങ്കിലും നനയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ രണ്ട് പിള്ളേരെയും കൈ പിടിച്ച് കൊണ്ടുപോകണതാണ് ആ കാണുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിള്ളേർക്ക് നന്നായിട്ട് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയേക്കണതാണ് ആ കാണുന്ന പിള്ളേരെ. അപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കണതാട്ടെ കാണാൻ അച്ഛൻ. അത് കഴിഞ്ഞ് ഓരോരുത്തരെ ഞാൻ തിരിഞ്ഞു നോക്കാൻ വിളിക്കണത്. അപ്പോൾ അടുത്ത ആൾ തിരിഞ്ഞു നോക്കി, മറ്റാൾ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് നോക്കി. പക്ഷെ നല്ല ഒഴുക്കുണ്ടായിരുന്നു, കണ്ടാലറിയാലോ. നല്ല ഫ്ലോയിലാണ് ഉണ്ടായിരുന്നത്. അത് കാരണം അധികമൊന്നും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിന്നില്ല. അവിടെ വെറുതെ കാല് നനച്ച് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോന്നു. ഞാൻ കാലും നനച്ചില്ല. എനിക്ക് റീൽസ് എടുക്കേണ്ട ധൃതിയിലും അതിൻ്റെ പത്തപ്പാടിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവർ വെള്ളത്തിൽ ഇറങ്ങില്ലേ എന്നുള്ള അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു ഫോണും പിടിച്ചിട്ട്. പിന്നെ അവസാനം എനിക്ക് മനസ്സിലായി ഇവരെന്തായാലും ഇറങ്ങാൻ പോകില്ലാന്ന്. പിന്നെ ഞങ്ങൾ റീൽസ് എടുക്കാമല്ലോ എന്നുള്ള അതിലേക്ക് മാറി. എന്നിട്ട് റീൽസ് കളിക്കാൻ നിന്നതാണ്. പക്ഷേ കുറേ നോക്കി റീൽസ് കളിക്കാനായിട്ട്. പക്ഷേ ഒരാൾ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഒരാൾ ലെഫ്റ്റിലേക്ക് എടുക്കൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കളി മര്യാദയ്ക്ക് നടന്നില്ല. അതെന്നിട്ട് ആ റീൽസ് എടുക്കൽ ഫ്ലോപ്പായി. റീൽസ് എടുക്കലിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രിയാവുകയും ചെയ്ത്, ഇരുട്ടായി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ അപ്പോൾ പോവാം. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീൽസ് എടുക്കലും ഉണ്ടാവില്ല, ഫോട്ടോ എടുക്കലും നടക്കില്ല, ഒന്നും നടക്കില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പത്തപ്പാടിലൊക്കെ ആയിട്ടാണ്. അതിന് അപ്പോഴേക്കും കുട്ടീനൊക്കെ കയ്യിലെടുത്തു. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പിന്നെ പോയത് രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്കല്ല പോയത്. അപ്പോൾ എല്ലാവരും കൂടിയും കാറിലൊക്കെ കയറിയിരുന്ന് രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ നിന്നു. അപ്പോഴേക്കും ഒരാൾ സ്ഥലം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഡിക്കി കയറിയിരിക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ട് അവിടെ കിടന്ന് ആകാശത്തേക്ക് നോക്കി കിടക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് വീഡിയോയിൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കണതാണ് കാണുന്നത്. ആ ഒരു അടക്കം കിടക്കലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എന്തോ അവന് വേണ്ടിയിട്ട് ഒരുക്കിയ സ്ഥലമാണെന്നുള്ള പോലെയാണ് അവൻ്റെ ആ കിടപ്പ്. അപ്പോൾ രണ്ടാമത്തെ ചേച്ചിയുടെ വീട് പൂങ്കുന്നത്താണ്. നെക്സ്റ്റോടൊക്കെ അടുത്തായിട്ട് വരുന്നവർക്കൊക്കെ അറിയാം. ഇപ്പോൾ പൂങ്കുന്നം ഏരിയയിൽ പോകുമ്പോഴൊക്കെ അവിടെ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം ഞങ്ങൾ കുറേ വളഞ്ഞു തിരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഇതാണ് രണ്ടാമത്തെ ചേച്ചിയുടെ വീട്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ വന്നിരുന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആൾ വന്നിട്ട് അവിടുത്തെ ഒരു ടീപ്പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കിയിട്ട് ഈ ആഴ്ച ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആ ചേച്ചി എടുത്ത് വെക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും എൻ്റെ പിള്ളേർ പ്ലെയിൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കണം. അപ്പോഴേക്കും ഇത് മൂത്ത പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കലും അത് പറക്കലാണ് ഈ കാണുന്നത്. ഇത് മൂത്ത ചേച്ചിയുടെ മോളാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ചേച്ചീനെ അന്വേഷിച്ച് പോകണമെന്ന് കാണുന്നത്. ഇവിടേക്ക് വരണത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ആളിവിടെ പരിസരത്തൊന്നും കണ്ടില്ല. അപ്പോൾ ആളെന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അരി കഴുകുകയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ചോറാണ് മെയിൻ പ്രാധാന്യം. അപ്പോൾ അത് കാരണം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് ഉണ്ടാക്കണതാണ്. ഞങ്ങൾക്ക് അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്യണതിന് മുമ്പ് ഞങ്ങൾ റീലെടുക്കലായി, ഞാനും എൻ്റെ പിള്ളേരും. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് റീലെടുക്കാനായിട്ട്. അപ്പോൾ ചേച്ചി വരാമെന്നൊക്കെ പറഞ്ഞു. അതിനുള്ളിൽ ഞാനും എൻ്റെ പിള്ളേരും കൂടിയും റീല് കളിക്കണതാണ് ഈ കാണുന്നത്. വെറുതെ ചാടിത്തുള്ളാൻ പറഞ്ഞപ്പോൾ ചാടിത്തുള്ളായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് വരാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നതാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിമാരൊക്കെ വന്നു, പണിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരുടെ കളിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റേ ചേച്ചിക്ക് എണീക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി അവിടെ ഇരുന്നിട്ടായിരുന്നു കളി. മറ്റാൾക്ക് പിന്നെ എണീക്കാനും തന്നെ. ഈ ചേച്ചീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. ചേച്ചി മറ്റേ മാളികയിൽ അഭിനയിച്ചിരുന്ന ചേച്ചിയായിരുന്നു, രാധ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പളിയൻസിലും ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ആക്ടിങ് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
റീൽസൊക്കെ നല്ലോണം ചെയ്ത് കുറച്ചൊരു വിധം ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ ചേച്ചി. അപ്പോൾ ചേച്ചീനെ കളിക്കാൻ വിളിക്കാൻ ചേച്ചി അപ്പം തന്നെ ഓടി വരും. സാധാരണ ചേച്ചി വേഗം ഓടി വന്നത്. അപ്പം ഞങ്ങൾ വെറുതെ ഇത് റീലെടുക്കാൻ വേണ്ടി കളിച്ചത്. സ്റ്റെപ്പൊന്നും പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ, തോന്നിയ പോലെ കളിച്ചത്. അത് കാരണമാണ് ഓക്കെ ഒരു പ്രശ്നമില്ലാണ്ട് വലിയ ചാടിത്തുള്ളി കളിക്കണത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് പിരിയാൻ വേഗം പോകാമെന്നുള്ളത് വെച്ചാൽ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റേ. അപ്പോൾ പിന്നെ അവിടേക്ക് പോവാം വേഗം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് എൻ്റെ പിള്ളേരൊക്കെ ഇറങ്ങണതാണ്. അപ്പോൾ ചേച്ചി എന്നോട് റീലെടുത്തിട്ട് വേഗം അത് എഡിറ്റൊക്കെ ചെയ്ത് എനിക്ക് അയച്ചു തരണം, ഇപ്പം തന്നെ ഇടണം എന്നൊക്കെയാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഞാൻ അപ്പോൾ ശരി ഓക്കെ ഞാൻ ഇന്ന് രാത്രി തന്നെ അയച്ചു തരാം എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഞാൻ കാറിൽ കയറി ഞങ്ങളൊക്കെ ബായ് പറഞ്ഞു. അപ്പോൾ പോകുമ്പോഴും ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് കാര്യം തന്നെ കേട്ടോ, മറക്കരുത് ഇതെടുത്ത് വേഗം എഡിറ്റ് ചെയ്ത് അയച്ചു തരണം, ഇന്ന് തന്നെ ഇടണം എന്നൊക്കെ പറയണതാണ്. ശരി എന്ന് പറഞ്ഞോട് സേതു പറഞ്ഞു മീൻ ചേച്ചി ഞാൻ ഫ്രണ്ടിലിരിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ പിള്ളേരെ ശല്യം കൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാൻ ശരിയും വെച്ചു. അത് കഴിഞ്ഞ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയായി ഞാൻ അവൾക്ക് സ്ഥലം കൊടുത്തത്. ഞാൻ മൊത്തം പുറത്തും അവൾ മൊത്തം അകത്തുമായി ആ സീറ്റിൽ. അങ്ങനെ ഇത്രയ്ക്ക് ഉണ്ടായാലും കേട്ടോ വീഡിയോ. ചെറിയ വീഡിയോ ആയിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.